ഹായ് ഗൈസ്, ബിഗ് ബോസ് സീസൺ 6 36-ാമത്തെ ദിവസം. ഈ ദിവസം തന്നെ തുടങ്ങുന്നത് ഈ ജാസ്മിൻ ഒരുമാതിരി വിഷമിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ മൈക്കില്ലാതെ കിടക്കുന്നത് ഇവിടെ സ്ഥിരം പരിപാടിയാണ്. മൈക്കില്ലാതെ കിടക്കുന്നത് ഒന്നാമത് അഹങ്കാരവും മനഃപൂർവ്വമാണ് മാറ്റിവെക്കുന്നത് അവിടെ. എന്നിട്ട് മറ്റേ അടുത്തിരിപ്പുണ്ട്, ആര് മറ്റേ ഗബ്രിയുടെ അടുത്തിരിപ്പുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിരിക്കും ചിലപ്പം അടുത്ത് വന്നിരിക്കുന്നത് മൈക്കില്ലാതെ. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഇവൾ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് എല്ലാവരും ഇൻസൾട്ട് ചെയ്ത് അതിൻ്റെ ഫ്രസ്ട്രേഷന്, പിന്നെ പുറത്ത് ഇങ്ങനെയൊക്കെ അറിഞ്ഞ് പുറത്ത് വരാൻ പറ്റി അങ്ങനെ അല്ലല്ലോ പറച്ചല്, ഒരു ഫ്രണ്ട്സ് എന്നൊക്കെ അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ അതെല്ലാം കൂടെ കൊണ്ട് ആണ് തോന്നുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം വിഷമിച്ച് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഈ മൈക്കില്ലാതെ കിടക്കുന്ന സായി കണ്ടിട്ട് സായി ജിൻഡോടുത്ത് പറയാണ് മൈക്കില്ലാതെ കിടക്കുന്നു. പിന്നെ ജിൻഡോ പോയി മൈക്ക് ഇട്ടിട്ട് സംസാരിക്കുക, ഈ പരിപാടി ഇവിടെ പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോ ജാസ്മിൻ്റെ അടുത്ത് പറയാണ്. ജാസ്മിൻ ഇത് കേട്ടോ, താൻ പോടോ മനസ്സില്ല എന്ന് പറഞ്ഞു. എന്ത് ദേഷ്യമാണ് ജിൻഡോ അടുത്ത്. ജിൻഡോ പറഞ്ഞു ഇവിടെ പറ്റത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ജിൻഡോയും നല്ല ഷൗട്ട് ചെയ്ത് അവളും കിടന്ന് ഷീറ്റൊക്കെ മൂടി ഇങ്ങനെ കിടക്കുകയാണ്. ആ സോഫയിൽ ആ ഭാഗത്തങ്ങണ്ടാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് മറ്റേ നമ്മൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ജാസ്മിൻ മൈക്ക് തരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ജിൻഡു അകത്തുനിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച്. ഇത് കേട്ടപ്പോൾ ഈ ബിഗ് ബോസും കൂടെ ഇതാക്കിയപ്പോൾ ഇവൾ കിടന്ന് അലറി കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ഇവൾക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റായി ഭയങ്കര ബഹളമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കരമായിട്ട് അമ്മാതിരി ബഹളങ്ങൾ കാണിക്കുകയാണ്. റെസ്പിൻ പോയി പിടിക്കുന്നു, വേറെയുള്ളവർ പൂജ അവരൊക്കെ പോയി പിടിക്കുന്നു. എന്നിട്ട് ഇവള് ഇതാക്കുന്നില്ല. ഭയങ്കര ബഹളവും കരച്ചിലുമായിട്ടൊക്കെ അവൾക്ക് ഭയങ്കരമായിട്ട് നിൽക്കുകയാണ്, ഇങ്ങനെ പോവേണത്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഗബ്രി ഇരുന്ന് കരയുന്നു. അതിന് അപ്പുറത്ത് പൂജയും സിബിനൊക്കെ പോകുന്നുണ്ട് ആശ്വസിപ്പിക്കാൻ. ഇവൻ ഈ ജാസ്മിനെ തന്നെ മതി. വിഷമം വന്നാലും എന്തൊരു വന്നാലും അടുത്ത് ജാസ്മിൻ മതി, അല്ലെങ്കിൽ റെസ്പിൻ. വേറെ ആരുമായിട്ടൊരു സൗഹൃദം ഒന്നുമില്ല. ഇവർ ആദ്യമേ ഇങ്ങനെ തന്നെ ഈ ജാസ്മിനെ തന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വേറെ ആരുമായിട്ടും അടുക്കുന്നതുമില്ല. പക്ഷേ ആൾക്കാർക്കൊക്കെ ഗബ്രിയായിട്ടൊക്കെ ഇങ്ങനെ വന്ന് അടുക്കാനൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാവരും ആശ്വസിപ്പിക്കാൻ സിബിന് വന്നിട്ട് എന്തുവാണ് ഈ ആശ്വസിപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ പൂജ പറയുന്നത് നിനക്ക് ആരെങ്കിലും ജാസ്മിനെ കെട്ടിപ്പിടിച്ച് കരയണമെങ്കിൽ കരയ്, അങ്ങനെയെങ്കിലും മാറുന്നെങ്കിൽ മാറട്ടെ എന്നുള്ളതിൽ പറയാണ്. എന്തുവാണ് എന്നിട്ടും ഇവൻ ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഗബ്രി. ഇങ്ങനെ ഇതെല്ലാം ചെയ്യാതെ ഇങ്ങനെ കയ്യും ഇങ്ങനെ വെച്ചിട്ട് കുനിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് സിബിന് അതൊക്കെ ഓക്കെയാണ് കേട്ടോ, അക്കാര്യത്തിലൊക്കെ ഓക്കെയാണ്. പറയാനുള്ള മറുപടിയൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. സിബിൻ പറയണം ഇവനെ അല്ലെങ്കിൽ ബിഗ് ബോസ് വിളിക്കണം, അല്ലെങ്കിൽ ഇവനെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇവന് നമ്മളൊന്നും പറ്റില്ല, ഇവനാണ് എല്ലാം ഇതാക്കാനുള്ളതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേറെ ആയിടത്തെങ്കിലും കെട്ടിപ്പിടിച്ച് കരയുക, അല്ലെങ്കിൽ വേറെ ആയിടത്തെങ്കിലും സംസാരിക്കുക. അവർ വന്നിരിക്കുന്നത് പോലും ഇവൻ ഗവനിക്കുന്നില്ല. വിഷമിച്ചിങ്ങനെ കുനിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ വന്നത്. എന്നിട്ട് സിബിൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് പോകും, ഞാൻ വിഷമിച്ചിരുന്നാണ്, ഞാൻ ആവശ്യമുള്ള എല്ലാം ഞാൻ പറയും, ഇങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് സിബിൻ നല്ലപോലെ എല്ലാവരും നിൽക്കുക തന്നെ നല്ലപോലെ പറയാനുള്ള കാര്യം തന്നെയാണ്. അതായത് ഇവൻ എന്തിനാണ് മാറി ഇങ്ങനെ ഇരിക്കുന്നത്, ഇവന് ജാസ്മിനെ മാത്രമേ കെട്ടിപ്പിടിച്ച് ഇതാക്കാൻ പറ്റുള്ളൂ. ഇനി ഗബ്രി ഇങ്ങനെ മഴങ്ങി ഇങ്ങനെ ശരീരം തളർന്ന് വീഴാൻ പോകണം, എല്ലാവരും ആളുകൂടി അവന് പോകണ്ട. അവന് ജാസ്മിൻ അടുത്ത് കിട്ടിയാൽ മതി. ജാസ്മിനകത്ത് കൺവെൻഷൻ റൂമിൽ അപ്സരയെടുത്തവരുമായിട്ട് കരഞ്ഞുകൊണ്ട് റസ്മിനുമായിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഇതെല്ലാം ഇവരെ രണ്ടുപേരും വരുത്തി വെച്ച കാര്യമാണ്. അപ്പം ഈ ഗബ്രിയെ പൊക്കി എടുത്തുകൊണ്ട് ഇവിടെ മെഡിക്കൽ റൂമിലോട്ട് അവിടെയൊക്കെ കൊണ്ടുപോകാനായിട്ട് അർജുനും എല്ലാവരും വരുന്നു. ഇവൻ പോണില്ല, ഇവന് പറ്റൂല, ഇവന് പോകണ്ട. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവ ആരെയും ഗവനിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇവൻ്റെ മനസ്സിൽ ഇവരുടെ അടുത്ത് ബാക്കിയുള്ളവർക്കെല്ലാം ശത്രുത ഉണ്ട്. ഇവരൊക്കെയാണ് ഇങ്ങനെ ഈ പറഞ്ഞു വരുത്തിയത്. കോപ്രായങ്ങളും തോന്നിയ ദിവസങ്ങളൊക്കെ അവിടെ കാണിച്ചാൽ പിന്നെ ആൾക്കാർ എന്തൊരു വിചാരിക്കും. കുറച്ച് മാനേഴ്സൊക്കെ കാണിച്ച് പോയിരുന്നെങ്കിൽ അങ്ങനെ ആൾക്കാരും വിചാരിക്കത്തില്ലായിരുന്നു, വെളിയിലും അങ്ങനെ പ്രചരിക്കത്തില്ലായിരുന്നു. എന്നിട്ട് ബിഗ് ബോസ് പിന്നെ പറഞ്ഞു മെഡിക്കൽ റൂമിലോട്ട് ഗബ്രിയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവൻ പോയി മെഡിക്കൽ റൂമിൽ. ഈ അപ്സരയും റസ്മിനും ജാസ്മിൻ്റെ കൂടെ കൺഫ്യൂഷൻ റൂമിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. അവർ പറഞ്ഞു കൊടുക്കുന്നു നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ അവനും വിഷമിക്കും, അവൻ വിഷമിച്ചിരുന്നാൽ നിനക്കും വിഷമാവും. അതുകൊണ്ട് നിനക്ക് അവനെ കൊണ്ടൊന്നുമില്ല, അതുകൊണ്ട് നീ അങ്ങനെ വിചാരിക്കണമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. വെളിയിൽ ഹൻസിബയും സായിയൊക്കെ പറയുന്നു ഇവർക്ക് ഒരു ചാൻസ് ഇട്ട് കൊടുത്തത്. അതെല്ലാവരായിട്ട് വന്ന് ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ, എന്നാൽ പറഞ്ഞ് പേഴ്സണൽ സ്പേസിൽ നിങ്ങൾക്ക്
നിങ്ങൾ ഒറ്റയ്ക്കാണോ കളിക്കുന്നത് അല്ലെങ്കിൽ രണ്ടായിട്ടാണ് ഒരുമിച്ചാണോ, ഇതിനൊക്കെ പറ്റിയുള്ള എക്സ്പ്ലെയിൻ പറയാനായിട്ടാണ് ലാലേട്ടന്മാരെ ഒരു ഇത് കൊടുത്തതെന്ന് വെച്ചാൽ ആൾക്കാരിൽ എത്തിക്കുന്നത്, ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയാണല്ല ഇവർ ഒറ്റ ഇതാണെന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ എല്ലാവരും ചോദിച്ചാണ്. അപ്പോൾ ഇന്ന് ഇവർക്കൊന്നും പറയാനില്ല. അപ്പോൾ അൻസിബയും അതൊക്കെയാണ് പറയുന്നത്. ഇവരിപ്പം ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവരും ഏറ്റവും ലാസ്റ്റ് ഇപ്പം വിഷമം വന്ന് നമ്മളെ മണ്ടയിൽ പെടലിക്കാണ് ഇപ്പം എല്ലാവരും അവർ വച്ചേക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യത്തിൽ വെച്ചേക്കണം. സായി പറയുന്നത് ഞാൻ കാരണമാണ് ഇപ്പോൾ ജാസ്മിൻ ഇങ്ങനെ ആയെന്നുണ്ടെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്ത് പോവും, അല്ലെങ്കിൽ ക്ലിപ്പിങ് ഏതാണ് വീഡിയോ സായി അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സായി പറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു വീഡിയോ, അല്ലെങ്കിൽ അതങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ വേണം, അല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞിട്ട് സായി പറയുന്നത്. അതായത് സായി വന്ന് ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണല്ലോ ഈ ജാസ്മിൻ ഇങ്ങനെ ആയത്. അപ്പോൾ ഈ ചെറുതായിട്ടായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സമയങ്ങളിൽ പിന്നെ മൊത്തത്തിലായി. പോത്തിൻ്റെ ചെവിയിലെ വേദോതിയിട്ടൊരു കാര്യമില്ലല്ലോ, അങ്ങത് അതുപോലത്തെയാണ് ഇവരെ കാര്യം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ജാസ്മിൻ അകത്ത് വന്ന് കിടക്കുന്നു, ഇവൻ വീണ്ടും അടുത്ത് പോയി നിന്നിട്ട് തടവന്ന് ഇതാക്കുന്നു, വീണ്ടും ഇതാക്കാനായിട്ട് അവർക്ക് പിരിയാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിൽ ആയി. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ജാസ്മിൻ ചോദിക്കുന്നത്, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ഗബ്രി, ഐ ലവ് യു. നേരെ തിരിച്ച് ഗബ്രി, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ജാസ്മിൻ, ഐ ലവ് യു. ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്നിട്ട് നീ പോയി കൈ ഗബ്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പേഴ്സണൽ റൊമാൻസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്മിൻ പിന്നെ അവർക്ക് ഏതിനും സഹായത്തിനായിട്ട് നടക്കണല്ലോ. ജിൻഡോ അടുത്ത് പോയി ജസ്മിൻ പറയണം, ഈ 2 ദിവസത്തേക്ക് ജാസ്മിന് ചൊറിയാൻ നിൽക്കല്ലേ, മറ്റേ ക്യാപ്റ്റൻ എന്നുള്ള ഇതിലും ഒന്നും ചൊറിയാൻ നിൽക്കല്ലേ. ജിൻഡോ പറഞ്ഞ് ആ സമയത്ത് നീയും എൻ്റെ വണ്ടേ കയറാൻ നിൽക്കില്ലേ, നീയും ചൊറിയാൻ നിൽക്കരുതെന്ന് പറഞ്ഞ് ജസ്മിൻ്റെ അടുത്ത് ജിൻഡോയും പറഞ്ഞു. ജാസ്മിനെ എന്ത് കൂട്ടാണ് ഈ ഗബ്രി. ജാസ്മിനെ മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പിറേഷൻ ചെയ്ത് ആശ്വസിപ്പിക്കുകയാണ്. ഗബ്രി പറയണം, എവരിബഡി നീഡ് സമ്മൺ, ആരെങ്കിലും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടുകൂട്ടിയാണ് ഇവിടെ. അപ്പം നിനക്ക് ഞാൻ വേണമെങ്കിൽ എനിക്ക് നീ വേണം, ആ ഒരു ലൈനാണ്. ഇരുന്ന് വീണ്ടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ എലിമിനേഷനിലും നമ്മൾ വോട്ടായി നമ്മൾ ജയിച്ച് വരുന്നുണ്ടല്ലോ, അപ്പം നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്തേക്കണം. അപ്പം ഈ ആഴ്ചത്തെ എലിമിനേഷനിൽ നമ്മൾ അങ്ങനെ വരുന്നുണ്ട്, ഈ ഒരു കാര്യവും വെച്ച് നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് എന്ന് വിചാരിച്ചേക്ക് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഈ ഗബ്രി ജാസ്മിനെ. പിന്നെ ബിഗ് ബോസ് ഒരു മീറ്റിംഗ് വിളിച്ച് ആ ഒരു മീറ്റിങ്ങിൽ എല്ലാവരും ഇരിക്കണം. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ജിൻഡോ ഡ്രസ്സൊക്കെ ചെയ്ത് മറ്റേ ടീഷർട്ടൊക്കെ ആയിട്ട് വൈറ്റ് ടീഷർട്ടൊക്കെ ആയിട്ട് ഭയങ്കര മസിലുമായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു സൽമാൻകാരാണ്. അപ്പോൾ അവിടെ ഇരിക്കാതെ കുറച്ച് നേരം നിന്നുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞു, ജിൻഡോ കൊള്ളാം അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ജിൻഡോയെ പറഞ്ഞ് പുതിയ ക്യാപ്റ്റനായ ജിൻഡോയെ അഭിനന്ദനങ്ങൾ. പിന്നെ പഴയ ക്യാപ്റ്റന് മറ്റേ ബാഡ്ജ് കൈമാറും, ക്യാപ്റ്റൻ എഴുതിയ. അപ്പം പഴയ ക്യാപ്റ്റൻ ജാസ്മിനാണല്ലോ. അപ്പോൾ ജാസ്മിൻ ജിൻഡോയ്ക്ക് ഇത് കൊടുത്തിട്ട് കൈ കൊടുത്തിട്ട് പോയി, കൺഗ്രാറ്റ്സ് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ജിൻഡോ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ക്യാപ്റ്റനായിട്ട് ഈ ആഴ്ച പോവുകയാണ്, ഞാൻ നല്ലപോലെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം, ഞാൻ ഈ നല്ലപോലെ പോകുന്നെങ്കിൽ എനിക്ക് ഇനിയും കഠിനാധ്വാനം കൊണ്ട് ഇനിയും ക്യാപ്റ്റൻ ആവണം എന്നൊക്കെ ജിൻഡോ ഇങ്ങനെ പറയണം. അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു ജാസ്മിൻ ഏത് ടീമിലോട്ടാണ് ആവേണ്ടത്. അപ്പോൾ ജാസ്മിനെ വന്ന് ജാസ്മിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചു, നിന്നെ ഏത് ടീമിലോട്ട് ഇടണം, ഗബ്രിയുള്ള ടീമിൽ അങ്ങനെയാണോ, ഗബ്രിയുള്ള ടീമിൽ ഇടണമെന്ന് ജാസ്മിൻ ഇപ്പോഴും പറഞ്ഞു. ബാക്കിയുള്ളവരടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ ഈ അഭിപ്രായം പറയാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ജാസ്മിൻ പ്രതീക്ഷിച്ച് കാണത്തില്ല ഇങ്ങനെ ഗബ്രി ഇല്ലാത്ത ടീമിൽ, അതായത് നെക്സ്റ്റ് ടീമിൽ ജാസ്മിൻ അങ്ങ് എടുത്തിട്ട് അതിലോട്ടാക്കി. അപ്പം ജാസ്മിൻ ഗബ്രി ഇപ്രാവശ്യം ഈ ഒരാഴ്ച ആ ഒരു ടീമിലല്ല, ഒറ്റ ടീമിലല്ല. നെക്സ്റ്റ് ടീമിലുള്ളത് സിബിനുണ്ട്, ശ്രീതു ഉണ്ട്, പിന്നെ കുറച്ച് പേരുണ്ട്. സിബിന് അവരൊക്കെ ഉള്ള ടീമിലാണ്. ജാസ്മിൻ ഇത് കേട്ടപ്പോൾ ജാസ്മിൻ നല്ല ദേഷ്യം. ജാസ്മിൻ എണീറ്റല്ല, ജാസ്മിൻ ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കൈ അങ്ങ് അടിച്ച്. അപ്പോൾ ഈ ചൊറിയന് അഭിഷേക് പവർ ടീമിൽ അങ്ങോട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഈ 2 ആഴ്ച നോമിനേഷനിലുള്ളതുകൊണ്ട് അവനിക്ക് ഈ പവർ ടീമിലോട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ വേറൊരു ടീമിലോട്ട് അവനെ ഇട്ട്. അപ്പോൾ ബിഗ് ബോസ് ചോദിച്ച് അവന് പകരമായിട്ട് അവിടെ വേറൊരാൾക്ക് പവർ ടീമിലോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ക്യാപ്റ്റനും ബാക്കി ടീമിലുള്ള പവർ ടീം അവരൊക്കെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഒരു ടാസ്ക് വെച്ച് എല്ലാ ടീമിൽ നിന്നും എല്ലാവരും വന്ന് അവർക്ക് എന്താണ് യോഗ്യത എന്നും പറഞ്ഞ് എല്ലാവരും പറയണം. അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് നടത്തി ഏറ്റവും ലാസ്റ്റ് പവർ ടീം എല്ലാവരും കൂടെ തീരുമാനിച്ച്
സിബിന ആകുമ്പം ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ട് നിൽക്കും, പറയാനുള്ളത് കറക്റ്റായിട്ട് പറയും. ഋഷിയും പവർ ടീമിലുണ്ടല്ലോ, ഋഷിക്കൊരു മെയിൽ ഉള്ളതിലൊരു സപ്പോർട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് സിബിനാകുമ്പം എല്ലാം പറയും എന്നുള്ളൊരു വിചാരമുണ്ട്. ശരണ്യുണ്ട്, പൂജ ഉണ്ട്, പിന്നെ ജാൻമണിയുണ്ട്, ഋഷി, പിന്നെയാണ് സിബിൻ അഞ്ചാമത്. അപ്പം സിബിനെ ഇതായിട്ട് തിരഞ്ഞെടുത്തിട്ട് പിന്നെ അവിടെ ഉള്ളവർ ക്യാപ്റ്റനെയും ഈ പവർ ടീമിലുള്ളവരെയും അവിടെ നിന്ന് ആനയിക്കാനായിട്ട് അവിടെ നിന്ന് വെളിയിൽ നിന്ന് പോയിട്ട് ഇങ്ങനെ പൂവൊക്കെ ഇട്ട് ഡാൻസ് കളിച്ച് അകത്തിങ്ങനെ വരയേൽപ്പിക്കുന്ന അതൊക്കെയാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ ഒരു ക്ഷീണം മാറാനായിട്ട് അവിടെ അകത്ത് ജാസ്മിനും ഗബ്രിയും അപ്സരയും ഒരു റൂമിലിരിക്കുകയാണ്. എന്നിട്ട് ഗബ്രി ഇരുന്ന് പറയണേ, ആ ജിൻഡോയെ വെള്ളം കുടിപ്പി മോളെ, അവൻ പറഞ്ഞ വാക്ക് തെറ്റിച്ചു, ചതിച്ചു, അവനിക്കുള്ളത് പണി അവൻ തന്നെ എനിക്ക് തരും, അത് വേറെ കാര്യം. എന്നിട്ട് ഇവൻ അപ്സര അവിടെ ഇരിക്കണല്ല, അപ്സരയ്ക്ക് അവൻ ഇട്ട് കൊടുക്കുന്നവൻ. അപ്സരയും ഋഷിയും തമ്മിൽ ഇതാണല്ല, ഒരു എനിമിയുടെ ഒരു അതുണ്ടല്ല, ആ ഒരു ഇതുള്ളതുകൊണ്ട് ഈ ഋഷി ഈ ഗബ്രി അപ്സരയ്ക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇവൻ കൗശലക്കാരനെ കുറുക്കൻ തന്നെ കേട്ടോ ഇവൻ പാരമണിയാണ്. അതായത് ഋഷിക്കൊക്കെ പവർ ടീമിൽ കയറാൻ എന്തൊരു ഉത്സാഹം അപ്സരയെ നോക്കിയാണ്. അപ്പോൾ അപ്സര പറഞ്ഞേ, ആദ്യമൊക്കെ ഈ ഹൻസിബെ ഋഷിയൊക്കെ പവർ ടീമിലൊക്കെ എന്തിനാണ് കയറുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്നിട്ട് ഇപ്പോൾ നോക്കിയാണ് എന്നൊക്കെ പറഞ്ഞ് അപ്സര ഇരുന്ന് പറയാണ്, കുറ്റം പറയാണ്. അല്ല അപ്സര പറയാണ് അതായത് ഹൻസിബയും ഋഷിയും പറഞ്ഞെന്ന് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമാണ് ഈ പവർ ടീമുള്ള, അല്ലാതെ വേറെ ഉപയോഗമില്ല. എന്നിട്ട് അവരൊരു ആവേശം കണ്ടില്ലേ. അപ്പോൾ ഇവർ ഈ നേരത്തെ ഈ ഒരു പവർ ടീമിൽ എല്ലാം സെലക്ട് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഒരു ആനയിച്ച് വന്നല്ല. അപ്പോൾ ആനയിച്ച് വന്ന നേരത്ത് ആരോ പറഞ്ഞു പൂജ തമ്പുരായിട്ട് എന്നുള്ളതെന്ന് പറയും. പൂജ ഈ പവർ ടീമിലുള്ളത് ഉണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് സിബിൻ പറയാണ് കോമഡിയാണ് എന്ന്. അപ്പോൾ ജാസ്മിൻ ഇരുന്ന് പറയണം, ആ ഒരു കാര്യമായിട്ട് പറയണം അകത്ത്. അവരിങ്ങനെ ചെയ്ത് ബാക്കിൽ നിന്ന് സിബിൻ പറയുകയും ചെയ്തു കോമഡിയാണെന്നും പറഞ്ഞുകൊണ്ട് പൂജ തമ്പുരായിട്ട് വരുന്നേ കോമഡിയാണെന്ന് സിബിൻ ബാക്കിൽ നിന്ന് പറഞ്ഞു. അവരത് ചെയ്യിപ്പിച്ച അത് കോമഡി. അതായത് മറ്റേ അപ്സര ഈ ഒരു മറ്റേ ഹൻസിബയെ മറ്റേ കൈ ഒട്ടിയിട്ട് അത് ചെയ്യുന്ന ഇങ്ങനെ കാണിച്ചല്ല, ആ ഒരു സംഭവമാണ് ഇവർ പറഞ്ഞു വരുന്നത്. അപ്പം അത് ചെയ്ത നമ്മളിങ്ങനെ കുശുന്നാക്കിയത് അപ്സര പറയണം, നമ്മളിങ്ങനെ കുശുന്നാക്കിയത് അത് ഗബ്രി പറയുന്നത് അത് സ്വേച്ഛാധിപത്യം. ആ ഒരു കാര്യം നമ്മൾ വെള്ളം വലിച്ച് കീറും അപ്സര എന്ന് പറഞ്ഞുകൊണ്ട് അപ്സരയും കൂടെ ആശ്വസിപ്പിക്കുകയാണ് ഈ ഗബ്രി. അതായത് പാരവണിയപ്പം മറ്റേ ശത്രുക്കളെല്ലാം ഒന്നാവില്ല മറ്റേ അവരെ തളർത്താനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് 36ാമത്തെ ദിവസത്തെ കാഴ്ചകളും വിശേഷങ്ങളും. ഓക്കെ.